back to Chinnus Taste Buds. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം തയ്യാറാക്കുന്നത് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ഓൾ എന്നോട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി കിട്ടണം. ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് തേങ്ങയുടെ കുറച്ച് പീസ് ഞാൻ ചെറുതായിട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഈ നെയ്യിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൊത്തുകൾ ഈ നെയ്യിലിട്ട് ഒന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറിൻ്റെ പാകത്തിന് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാദ്യമേ ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് തേങ്ങ ഈ വറുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകരുത്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറ് വരെ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഇപ്പോൾ തന്നെ കളറ് മാറിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാവുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്യൂ നട്ട്സും തേങ്ങാക്കൊത്തും ഒന്നും പ്രത്യേക അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആയതിന് ശേഷം വേണം കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ചേർക്കാനായിട്ട്. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിൻസും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോവാതെ കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് പൊരിച്ച് കോരി എടുക്കണം. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള നെയ്യിലേക്ക് 1/2 കിലോ നമ്മൾ പായസത്തിന് ഉപയോഗിക്കുന്ന പരിപ്പ്, അതായത് ചെറുവയറ്റും പരിപ്പ് എന്ന് പറയില്ല, ആ പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം പരിപ്പ് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് ആ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പായസം മിക്കവരും പരിപ്പ് പായസം ചെയ്യുമ്പോൾ കട്ട പിടിച്ച പോലെ ഇരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ പരിപ്പ് പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. 5 മിനിറ്റും ആവശ്യം വരില്ല, ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ആ നേരത്തിന് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ഉരുക്കി ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ നേരത്തിന് നമുക്ക് നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് പരിപ്പ്. ആ വെള്ളം അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വറുക്കുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ 3ാമത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. ഈ തേങ്ങാപ്പാലിൽ വെച്ചിട്ട് വേണം ഈ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ 3 പ്രാവശ്യമായിട്ട് പാല് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതിൽ 3ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാലിൽ വെച്ചിട്ട് വേണം ഈ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ പരിപ്പൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം
കുക്കർ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 വിസിൽ വരുന്നത് വരെ ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ആവരുത്. 2 വിസിലാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ചുക്ക് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്കൊരു 4 ഏലയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ്, വലിയ ജീരകം എടുക്കരുത്. ചെറിയ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു പാകത്തിനൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്കിനി ഒന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ശർക്കര കുറച്ചുകൂടെ ഒന്ന് ഉരുകി വരാനുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഉരുകി ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ശർക്കരപ്പാനി നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത്. അപ്പോൾ നമ്മൾ പരിപ്പ് വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഉടഞ്ഞു പോവുകയില്ല, അധികം കട്ട പിടിക്കാതെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാമത് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ 3-ാം പാലാണ് ഒഴിച്ചത്. ഇപ്പോൾ 2-ാം പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലെന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ തന്നെ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ച് എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒരു അരിപ്പയിലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ എന്തെങ്കിലും വേസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ അത് അരിച്ചു മാറ്റാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് 1 കിലോ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കിലോ പരിപ്പിന് 1 കിലോ ശർക്കര എന്നുള്ളതാണ് അളവ്. ഇത് കറക്റ്റ് മധുരമായിരിക്കും. പിന്നെ ഞാനിവിടെ ശർക്കരപ്പാനി മുഴുവനും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് കുക്കറിൽ വെക്കുന്നത് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പായസം തയ്യാറായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഈ ശർക്കരപ്പാനിയിൽ ഈ പായസം കുറച്ച് നേരം ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ചുക്കും ജീരകവും ഏലക്കയും കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 2 മിനിറ്റ് വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ശരിക്കും ആ ശർക്കരയും ആ പരിപ്പും ഒക്കെ ശരിക്കും നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ പായസം തിളച്ച് വരുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ശർക്കര ആയതുകൊണ്ട് ചിലപ്പോൾ അടി ഉരുകി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ പായസം നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ 1-ാം പാൽ ശരിക്കും പായസത്തിലേക്ക് ഒഴിച്ചിട്ടില്ല. നമ്മൾ ആദ്യമേ 3-ാം പാലിൽ വേവിച്ചെടുത്തതിന് ശേഷം പിന്നീട് 2-ാം പാലാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് 1-ാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. പായസം ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം 1-ാം പാൽ ഒഴിക്കാനായിട്ട്. കാര്യം 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് പായസം തിളച്ചു പോകരുത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പിരിഞ്ഞതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് 1-ാം പാൽ ലാസ്റ്റ് ഒഴിക്കുന്നത്. അതുപോലെ ഇളക്കുമ്പോഴും ഒന്ന് നീങ്ങി നിന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം തിളച്ച് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരുന്നുണ്ട്. ചിലപ്പോൾ കൈ പൊള്ളിപ്പോവും. ഇനി നമുക്ക് ഈ ഒരു പാകത്തിന്
ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും പിന്നെ തേങ്ങ സ്ലൈസസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിള പൊട്ടുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പായസം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. കാര്യം ഒരുപാട് കുറുക്കിയാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതെങ്കിൽ പിന്നെ പായസം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വല്ലാതെ കട്ടിയായി പോവും. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ മാത്രമേ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായി പോവും പായസം. അപ്പോൾ ഇതൊന്ന് തിള പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ എള്ള് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എള്ള് സാധാരണ നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് എള്ളും വറുത്തെടുക്കേണ്ടത്. ഞാനപ്പോൾ അങ്ങനെ വറുത്തെടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നിപ്പോൾ തിള പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം സൈഡിൽ നിന്നൊക്കെ തിളച്ച് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാകത്തിന് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്തതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എള്ള് ചേർക്കുമ്പോൾ തന്നെ എള്ളൊന്ന് പൊട്ടി വരും. അപ്പോൾ ഒന്ന് നീങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഫ്ലെയിം ഉടനെ തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ എള്ളും താളിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എള്ളും കൂടെ ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുന്നത്. ഞാൻ ആദ്യമേ ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ എള്ള് മുഴുവൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു പാകത്തിന് തയ്യാറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.